നമസ്കാരം, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വില്യം ലോഗന്റെ ഏർലി ഹിസ്റ്ററി ഓഫ് മലബാർ ദ പോർച്ചുഗീസ് പീരീഡ് എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക. നമുക്കിന്ന് ഏതായാലും സെക്കൻഡ് സെക്ഷനിലേക്ക് കടക്കാം. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യം ചുരുക്കി ഞാൻ പറയാം. പോർച്ചുഗീസുകാരായിട്ടുള്ള യൂറോപ്യന്മാർ അവരുടെ നാട്ടിൽ നിന്ന് കടൽ മാർഗം എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്, പ്രത്യേകിച്ചും കേരളത്തിലെ കോഴിക്കോട് പന്തലാനിക്കകത്ത് എങ്ങനെയാണ് അവർ എത്തപ്പെട്ടത് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെത്തിയ ഈ ഒരു നാവികപ്പട അവരെങ്ങനെയാണ് കച്ചവടം ആരംഭിച്ചത്, മാത്രമല്ല രാജാവായിട്ടുള്ള സാമൂതിരിയുമായിട്ടുള്ള അവരുടെ കച്ചവട ബന്ധം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ട്രേഡ് അക്കോർഡിംഗ്ലി ബിഗാൻ, അങ്ങനെ കച്ചവടം ആരംഭിച്ചു. ബട്ട് ദ പോർച്ചുഗീസ് വാസ് സപ്ലൈഡ് വിത്ത് നത്തിങ് ഇൻ ദ വേ ഓഫ് ഗൂഡ്സ് ബട്ട് റബ്ബിഷ് ആൻഡ് സ്കാന്റിലി ഈവൻ വിത്ത് ദാറ്റ്. അതായത് കച്ചവടം ആരംഭിച്ചെങ്കിലും പോർച്ചുഗീസുകാരായിട്ടുള്ള ഈ കച്ചവടക്കാർക്ക് വലിയ ഗുഡ്സ് ഒന്നും കിട്ടിയില്ല, അവർക്ക് ചരക്കുകളൊന്നും കിട്ടിയില്ല. ചരക്കുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ കുരുമുളക് പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് അവർ തുച്ഛമായുള്ള പൈസ കൊടുത്തിട്ട് വാങ്ങിക്കും, എന്നിട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് വലിയ വിലയ്ക്ക് വിൽക്കും. അതാണ് ഈ കച്ചവടം എന്ന് പറയുന്നത്. അങ്ങനെ കച്ചവടത്തിനായിട്ട് വന്ന ഈ ഒരു പറങ്കി പടയ്ക്ക് ആദ്യം വലിയ ചരക്കുകളൊന്നും കിട്ടിയില്ല, റബ്ബിഷ് ആയിരുന്നു, പാഴ്വസ്തുക്കളായിരുന്നു. മാത്രമല്ല അത് സ്കാൻഡിൽ എന്ന് വെച്ചാൽ വിരളമായിരുന്നു, കുറവായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ തോതിലുള്ള കച്ചവടം അവിടെ നടക്കുന്നില്ല. ദേ അക്സെപ്റ്റഡ് ഇറ്റ് ഹവർ ഇൻ ഡിഫാൾട്ട് ഓഫ് ബെറ്റർ സ്റ്റഫ്. അപ്പോൾ നല്ല സ്റ്റഫൊന്നും അല്ലേ, സ്റ്റഫ് എന്ന് വെച്ചാൽ എന്താണ്, കുരുമുളക് പോലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളാണ് അല്ലെ, ചരക്കുകളാണ്. അപ്പോൾ നല്ല ചരക്കുകൾ കിട്ടാത്ത പക്ഷം അവരെന്ത് ചെയ്യാണ്, ആ കുറച്ചാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യാണ്, അത് സ്വീകരിക്കുകയാണ്, കളക്ട് ചെയ്യാണ്. കാരണം നാളെ നല്ല ചരക്ക് കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ, കാരണം കച്ചവടം തുടങ്ങുകയല്ലേ. But the jealousy of the Moors prevented them eventually from getting even this much. പക്ഷേ ഈ പോർച്ചുഗീസുകാരായുള്ള കച്ചവടക്കാരുടെ ശത്രുക്കളായിരുന്ന ആളുകളാണ് ആര്, മൂർസ് എന്ന് പറയുന്നത്. മൂർസ് ആരാ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. മൂർസ് എന്ന് വെച്ചാൽ ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളായിട്ടുള്ള കച്ചവടക്കാരായിരുന്നു. അവരായിരുന്നു ഇന്ത്യയിൽ വന്നിട്ട് കച്ചവടം നടത്തിയിരുന്നത്. ഇന്ത്യയിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് യൂറോപ്പിലും സ്പെയിനിലൊക്കെ കൊണ്ടുപോയിട്ട് കച്ചവടം നടത്തിയിരുന്നത് ഈ മൂർസ് ആയിരുന്നു. അപ്പോൾ ആ മൂർസിന്റെ ആ കച്ചവട മേഖലയിലേക്കാണ് ഈ യൂറോപ്യൻ ശക്തി കടന്നു വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മൂർസിന് ഈ യൂറോപ്യൻ ശക്തികളോട്, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരോട് ഒരു ശത്രുതയുണ്ട്. അവിടെ ഒരു ജലസി, ആ ഒരു അസൂയ കാരണം ആ മൂർസ് എന്ത് ചെയ്യാണ്, പ്രിവെന്റഡ് ദം ഇവഞ്ച്വലി ഫ്രം ഗെറ്റിംഗ് ഈവൻ ദിസ് മച്ചിൽ, ഈ കുറച്ച് സ്റ്റഫ് കളക്ട് ചെയ്യുന്ന അവസ്ഥയിൽ പോലും അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ്, അത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് മൂർസ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ട് കച്ചവടക്കാരാണ് ഇപ്പോൾ കേരളത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്, ഒന്ന് മൂർസും ഒന്ന് പോർച്ചുഗീസുകാരും. അപ്പോൾ പോർച്ചുഗീസുകാർ ചെറിയ രീതിയിൽ കച്ചവട വസ്തുക്കൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അത് തടയിടാൻ ശ്രമിക്കുകയാണ് ആര്, മൂർസ് ചെയ്യുന്നത്. വാസ്കോ ഡ ഗാമ അക്കോർഡിംഗ്ലി ഡിറ്റർമൈൻഡ് ടു വിസിറ്റ് ദ സമോറിൻ ഇൻ പേഴ്സൺ. അപ്പോൾ വാസ്കോ ഡ ഗാമ ഒരു കാര്യം തീരുമാനിച്ചു, ഈ കച്ചവട സാധ്യത ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാമൂതിരിയെ നേരിട്ട് ചെന്ന് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് വാസ്കോ ഡ ഗാമ തീരുമാനിക്കണം. ആൻഡ് ഡിമാൻഡ് ഹോസ്റ്റേജസ് ഫോർ ഹി സേഫ് കണ്ടക്ട്. സാമൂതിരിയെ നേരിട്ട് മുഖം കണ്ട് തന്റെ വിഷമതകൾ ഉണർത്തിക്കാനായിട്ട് ഗാമ നിശ്ചയിക്കുകയും അങ്ങനെ സുരക്ഷിതമായിട്ട് കരയിലേക്ക് വന്ന് മടങ്ങുന്നതിനായിട്ട് ഈ ഹോസ്റ്റേജസിനെ വേണം, അല്ലെങ്കിൽ തലയാളുകളെ അല്ലെങ്കിൽ ആൾപ്പണയത്തിനെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചുറ്റും വേറെ രാജ്യക്കാരാണ്, മാത്രമല്ല ശത്രുപക്ഷത്തുള്ള മൂർസൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് വന്നു പോകാൻ ഒരാളെ കൂടെ സഹായിയായിട്ട് വേണം, അല്ലെങ്കിൽ തലയാളെ വേണം, ഒരു ഹോസ്റ്റേജിനെ വേണമെന്ന് വാസ്കോ ഡ ഗാമ രാജാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. ബൈ ദ കാസ്റ്റലിൻസ് അഡ്വൈസ് ദ നെഫ്യൂ ഓഫ് ദ കിങ്സ് ജസ്റ്റിസ് വാസ് അക്സെപ്റ്റഡ് ആസ് എ സഫീഷ്യന്റ് ഹോസ്റ്റേജ്. ബൈ ദ കാസ്റ്റലിൻസ് അഡ്വൈസ്, അങ്ങനെ കാസ്റ്റലിന്റെ അഡ്വൈസ് പ്രകാരം ദ നെഫ്യൂ ഓഫ് ദ കിങ്സ് ജസ്റ്റിസ് വാസ് അക്സെപ്റ്റഡ് ആസ് എ സഫീഷ്യന്റ് ഹോസ്റ്റേജ്, അങ്ങനെ ആ കൊട്ടാരത്തിലെ നീതിപാലകന്റെ മരുമകനെ തടവുകാരനായിട്ട് സ്വീകരിക്കുകയാണ് വാസ്കോ ഡ ഗാമ. Intrigues were rife, however, and when Gama made his first attempt to land, he found that the Zamorin had gone to a place at some distance. അങ്ങനെ വാസ്കോ ഡ ഗാമ കരയിലേക്ക് വരാൻ ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയപ്പോൾ സാമൂതിരി കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണെന്ന് അദ്ദേഹം അറിഞ്ഞു. And the authorities were prepared to take Vasco da Gama thither by force if he landed. അപ്പോൾ ഈ രാജാവ് കൊട്ടാരത്തിന്റെ ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ രാജാവിന്റെ ആളുകൾ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് അയാൾ എവിടെയാണുള്ളത് അവിടേക്ക് കൊണ്ടുപോകും അല്ലേ, അതാണ് തിതർ. തിതർ എന്ന് വെച്ചാൽ അവിടേക്ക് കൊണ്ടുപോകില്ലേ, ബൈ ഫോഴ്സ്, അത് ശക്തി ഉപയോഗിച്ച് കൊണ്ടുപോകും. ഇഫ് ഹി ലാൻഡഡ് അല്ലേ, രാജാവ് എവിടെയാണുള്ളത് അവിടേക്ക് എന്നെ ശക്തിയായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന ആർക്കറിയാം, വാസ്കോ ഡ ഗാമയ്ക്ക് അറിയാം. അതുകൊണ്ട് വാസ്കോ ഡ ഗാമ രാജാവ് അവിടെ സ്ഥലത്തില്ല എന്ന് മനസ്സിലാക്കി. Again warned by the Castilian, Vasco da Gama sent messengers in front to ascertain if the king was really there to receive him, and on finding that he was not, Vasco da Gama without landing re-embarked.
അപ്പോൾ വാസ്കോഡഗാമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന മൂർസിനെ സപ്പോർട്ട് ചെയ്യുന്ന സാമൂതിര പടയാളികളൊക്കെ ഉള്ളത്, അതുകൊണ്ട് തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് വാസ്കോഡഗാമയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് വാസ്കോഡഗാമ ഈ പറയുന്ന കാസ്റ്റലിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം സെൻഡ് മെസ്സഞ്ചേഴ്സ്, തൻ്റെ ദൂതരെ അയക്കുകയാണ്, ഇൻ ഫ്രണ്ട് ടു അസർട്ടൈൻ ഇഫ് ദ കിങ് വാസ് റിയലി ദർ ടു റിസീവ് ഹിം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ സ്വീകരിക്കാൻ രാജാവ് ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ദൂതരെ അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സിനെ അയക്കുകയാണ് വാസ്കോഡഗാമ ചെയ്യുന്നത്. ആൻഡ് ഓൺ ഫൈൻഡിങ് ദാറ്റ് ഹി വാസ് നോട്ട്, ഇനി അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ വാസ്കോഡഗാമ വിത്തൗട്ട് ലാൻഡിങ് റീ എംബാർക്ക്ഡ് അപ്പ്, ദൂതരെ പറഞ്ഞയച്ചിട്ട് രാജാവ് അവിടെ ഉണ്ടെങ്കിൽ മാത്രം അവിടേക്ക് പോവാം, അല്ല ഇനി രാജാവ് അവിടെ ഇല്ലെങ്കിൽ തിരിച്ചു പോരാന്നുള്ള രീതിയിലേക്ക് വാസ്കോഡഗാമ തൻ്റെ മെസ്സഞ്ചേഴ്സിനെ അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. Finding that he was not to be outwitted, the authorities eventually arranged for an interview. അങ്ങനെ ഈ അതോറിറ്റീസിന്, അതായത് മൂർസിനെ സപ്പോർട്ട് ചെയ്യുന്ന അതോറിറ്റീസിനൊക്കെ ഒരു കാര്യം മനസ്സിലായി, വാസ്കോഡഗാമയെ അങ്ങനെ എളുപ്പത്തിൽ പിന്തിരിപ്പിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്യണം, അവസാനം സാമൂതിരിയുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഏർപ്പാട് ചെയ്യണം. സെൻഡിങ് എ ഫാക്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം വിത്ത് ദ പ്രസന്റ് ഫോർ ദ കിങ്. അപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായിട്ട് വാസ്കോഡഗാമ എന്ത് ചെയ്യണം, സാമൂതിരിക്കുള്ള സമ്മാനങ്ങളുമായിട്ട് ഒരു ദൂതനെ മുൻകൂട്ടി അയക്കുകയാണ്. വാസ്കോഡഗാമ അസർട്ടൈൻ ദാറ്റ് ദിസ് ടൈം ഹി വാസ് ദർ ആൻഡ് റെഡി ടു റിസീവ് ഹിം. അങ്ങനെ ഈ ഒരു സമയത്ത് വാസ്കോഡഗാമ തൻ്റെ ദൂതനെ പറഞ്ഞയച്ച് കൃത്യമായിട്ട് രാജാവ് അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ്. ആൻഡ് ഹി പ്രൊസീഡഡ് ടു ദ ഇന്റർവ്യൂ അക്കമ്പനിഡ് ബൈ 12 men who were well dressed and of good appearance. അപ്പോൾ രാജാവിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ രാജാവിനെ കാണാൻ പോകുന്ന ആ കൂടിക്കാഴ്ചയിൽ തന്നെ അനുഗമിക്കാനായിട്ട് കൊള്ളാവുന്ന 12 പേരെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ തൻ്റെ സമ്മാനങ്ങളുമായിട്ടൊരു ദൂതരും പിറകെ 12 പേരും അടങ്ങുന്ന സംഘമായിട്ട് വാസ്കോഡഗാമ സാമൂതിരിയെ കാണാൻ വേണ്ടി പോവാണ്. ഹി ഹിംസെൽഫ് വാസ്, ഇനി വാസ്കോഡഗാമയുടെ വേഷവിധാനങ്ങളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഇൻ എ ലോങ് ക്ലോക്ക് കമ്മിങ് ഡൗൺ ടു ഹിസ് ഫീറ്റ് ഓഫ് ടോണി കളേർഡ് സാറ്റിൻ. അപ്പോൾ വാസ്കോഡഗാമയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ കണങ്കാല് വരെ എത്തുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു സാറ്റിൻ തുണിയുടെ കസവ് വരകളിട്ട ഒരു നീണ്ട മേലങ്കിയാണ് ധരിച്ചിട്ടുള്ളത്. ലൈൻഡ് വിത്ത് സ്മൂത്ത് ബാർകോഡ് ആൻഡ് അണ്ടർനീത്ത് എ ഷോർട്ട് ട്യൂണിക് ഓഫ് ബ്ലൂ സാറ്റിൻ. അതിനടിയിലായിട്ട് സാറ്റിൻ തുണിയുടെ കുപ്പായം ധരിച്ചിട്ടുണ്ട്. ആൻഡ് വൈറ്റ് ബസ്കിൻസ് ആൻഡ് ഓൺ ഹിസ് ഹെഡ് എ ക്യാപ്പ് വിത്ത് ലാപ്പറ്റ്സ് ഓഫ് ബ്ലൂ വെൽവെറ്റ്. അപ്പോൾ കഴുത്തിലാണെങ്കിൽ വെളുത്ത ഉറുമാലുണ്ട്, തലയിലാണെങ്കിൽ നീല സാറ്റിൻ്റെ തൊപ്പിയുണ്ട്, വിത്ത് എ വൈറ്റ് ഫെദർ ഫാസ്റ്റൺ അണ്ടർ എ സ്പ്ലെൻഡിഡ് മെഡൽ. പിന്നെ മിന്നുന്ന മെഡലുകൾക്ക് മുകളിലായിട്ട് ഒരു വെളുത്ത തൂവലുണ്ട്. ആൻഡ് എ വാല്യുബിൾ ഇനാമൽ ഓർ കോളർ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. പിന്നെ തോളത്ത് വില പിടിച്ച ഇനാമൽ കൊണ്ടുള്ള ഒരു കോളർ ഉണ്ട്. ആൻഡ് എ റിച്ച് സാഷ് വിത്ത് എ ഹാൻസം ഡാഗർ. അപ്പോൾ പിന്നെ കാണുന്നത് ഒരു കടാര തൂക്കിയിട്ട വളരെ മനോഹരമായിട്ടുള്ള ഒരു അരപ്പട്ടയാണ്. ഇത്രയാണ് വാസ്കോഡഗാമയുടെ വേഷവിധാനം എന്ന് പറയുന്നത്. ദ അപ്പിയറൻസ് ഓഫ് ദ കിങ് അറ്റ് ദിസ് ഇന്റർവ്യൂ ഈസ് ദസ് ഡിസ്ക്രൈബ്ഡ്. അപ്പോൾ രാജാവിനെ കാണാൻ പോകുന്ന വാസ്കോഡഗാമയുടെ വേഷവിധാനങ്ങൾ പറഞ്ഞു. ഇനി രാജാവായിട്ടുള്ള സാമൂതിരിയുടെ വേഷവിധാനം എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. The king was sitting in his chair which the factor had got him to sit upon. അപ്പോൾ സാമൂതിരിയെ കാണാൻ വേണ്ടി വരുന്നതിന് മുമ്പായിട്ട് വാസ്കോഡഗാമ സാമൂതിരിക്ക് സമ്മാനമായിട്ട് ഒരു ദൂതം വഴി ഒരു കസേര കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ആ കസേരയിലാണ് രാജാവ് ഇരിക്കുന്നത്. ഹി വാസ് എ വെരി ഡാർക്ക് മാൻ, കറുത്തിരുണ്ട ഒരു ശരീരം എന്നാണ് രാജാവിനെ പറ്റി പറയുന്നത്. ഹാഫ് നേക്കഡ്, അർദ്ധനഗ്നനാണ്. ആൻഡ് ക്ലോത്തഡ് വിത്ത് വൈറ്റ് ക്ലോത്ത്സ് ഫ്രം ദ മിഡിൽ ടു ദ നീസ്. വൺ ഓഫ് ദീസ് ക്ലോത്ത്സ് എൻഡഡ് ഇൻ എ ലോങ് പോയിന്റ് ഓൺ വിച്ച് വെർ ത്രെഡഡ്. ഹാഫ് നേക്കഡ്, അർദ്ധനഗ്നനാണ്. ആൻഡ് ക്ലോത്ത് വിത്ത് വൈറ്റ് ക്ലോത്ത്സ് ഫ്രം ദ മിഡിൽ ടു ദ നീസ്. അപ്പോൾ രാജാവ് വെള്ളവസ്ത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. ആ വെള്ളവസ്ത്രങ്ങൾ നെഞ്ഞിന് താഴെ മുതൽ കാൽമുട്ട് വരെയുള്ള കരയുള്ള ഒരു വെള്ളവസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. One of these clothes ended in a long point on which were threaded several gold rings with large rubies which made a great show. അപ്പോൾ രാജാവിൻ്റെ നെഞ്ചിന് താഴെ കാൽമുട്ട് വരെയുള്ള മേൽവസ്ത്രത്തിന്റെ കരയിലൊക്കെ വലിയ മാണിക്യക്കല്ലുകൾ കൊണ്ട് പതിച്ച സ്വർണ്ണവളയങ്ങളുണ്ട്. അത് രാജാവിന്റെ പ്രതാപം വിളിച്ചറിയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. He had on his left arm a bracelet above the elbow. രാജാവിന്റെ ഇടത് കൈത്തണ്ടയില് മുട്ടിനു മേലെയായിട്ട് ഒരു തങ്കവളയുണ്ട്. വിച്ച് സീംഡ് ലൈക്ക് 3 rings ടുഗദർ. അതായത് 3 റിങ്ങുകൾ കൂടി ചേർന്ന ഒരു മുപ്പിരിയൻ രീതിയിലാണ് ആ വള കാണുന്നത് പറയുന്നത്. ദ മിഡിൽ വൺ ലാർജർ ദാൻ ദ അതേഴ്സ്. അപ്പോൾ 3 റിങ്സ് ഉണ്ട് എന്നാ പറയുന്നത് അല്ലേ. ആ 3 റിങ്സ് ചേർന്നിട്ടാണ് ആ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ ആ 3 റിങ്ങിനകത്ത് മിഡിൽ വൺ ആണ് വലുതെന്ന് പറയുന്നത്. ആൾ സ്റ്റഡഡ് വിത്ത് റിച്ച് ജുവൽസ്, പെർട്ടിക്കുലർലി ദ മിഡിൽ വൺ, വിച്ച് ബോർ ലാർജ് സ്റ്റോൺസ് വിച്ച് കുഡ് നോട്ട് ഫെയിൽ ടു ബി വെരി ഗ്രേറ്റ് വാല്യൂ. എന്നിട്ട് പറയാണ് ആ വിലപിടിപ്പുള്ള രത്നക്കല്ലുകൾ കൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. മാത്രമല്ല നടുവിലത്ത് ആ ഭാഗത്ത് നിന്ന് കാണിക്കുന്ന ആ മാണിക്യക്കല്ലിന്റെ പതക്കം എന്ന് പറയുന്നത് അതിങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കിടക്കുന്നുണ്ട്, തെളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.
It was a diamond of the thickness of a thumb. It seemed a priceless thing. അപ്പൊ രാജാവിന്റെ വേഷവിധാനങ്ങളെ പറ്റി പറയുന്ന സമയത്ത് പറയുന്നത് എന്താ വെച്ചാല്, കൈവിരൽ ചൂണ്ടിന്റെ വലുപ്പമുള്ള ഒരു അമൂല്യരത്നം ഉണ്ട്. ആ അമൂല്യരത്നത്തിന്റെ വില നിർണ്ണയിക്കാൻ പ്രയാസമാണ്, കാരണം അത്രയും പുരാതനമായിട്ടുള്ള വിലപിടിപ്പുള്ള ഒന്നാണെന്ന് പറയുന്നു. റൗണ്ട് ഹിസ് നെക്ക് വാസ് എ സ്ട്രിങ് ഓഫ് പേൾസ് അബൌട്ട് ദ സൈസ് ഓഫ് എ ഹസൽ നട്ട്സ്. അടുത്തായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരുപാട് മുത്തുമാലകൾ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കഴുത്തിലുള്ള മാലകളുടെ വലുപ്പം എന്ന് വെച്ചാൽ ഏകദേശം ഹേസൽ നട്ട്സിനെ പോലെയാണ്. ദ സ്ട്രിങ് ടുക്ക് 2 ടേൺസ് ആൻഡ് റീച്ച് ടു ഹിസ് മിഡിൽ. അപ്പൊ അതിലൊന്ന് പൊക്കിൾ വരെ ഞാണ് കിടക്കുന്ന ഒരു മാലയാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മിഡിൽ വരെയായിട്ട് ആ ഒരു മാല താഴ്ന്നു കിടക്കുന്നുണ്ടെന്ന് പറയുന്നു. He wore a thin round gold chain which bore a jewel of the form of a heart surrounded with large pearls and all full of rubies. അടുത്തായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ മുത്തുമാലകൾക്ക് മേലെ ഒരു നീണ്ട സ്വർണ്ണ ചെയിൻ ഉണ്ടെന്ന് പറയുന്നത്. ആ സ്വർണ്ണ ചെയിന്റെ അറ്റത്ത് ഹൃദയത്തിന്റെ ആകൃതിയിൽ പണിത ഒരു മുത്ത് കെട്ടിയ വലിയ രത്നപതക്കം ഉണ്ടെന്നും കൂടി പറയുന്നുണ്ട്. In the middle was a green stone of a size of a large bean, which is from its shyness was a great prize, which was called an emerald. പിന്നെ പല വർണ്ണങ്ങളിലുള്ള മാണിക്യക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ ഈ ഒരു പതക്കം വിലമതിക്കാനാവാത്തതാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ നടുക്കായിട്ട് തിളങ്ങുന്ന ഒരു വൈഡൂര്യം, അതുമാത്രം മതി, അത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങളാണ് രാജാവാളുടെ സാമൂതിരി ധരിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. And according to the information which the castellan afterwards gave, the captain major of this jewel and of that which was in the bracelet on his arm and of another pearl which the king wore suspended in his hair, they were all 3 belonging to the ancient treasury of the kings of Calicut. അങ്ങനെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ക്യാപ്റ്റൻ മേജർക്ക്, ആ മേജർ എന്ന് വെച്ചാൽ ആരാണ്? വാസ്കോഡഗാമ തന്നെയാണല്ലേ. വാസ്കോഡഗാമയ്ക്ക് ആ രഹസ്യ ഏജന്റ് ആയിട്ടുള്ള കാസ്റ്റലിൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് കഴുത്തിലും കൈത്തണ്ടയിലും മുടിക്കെട്ടിലും രാജാവ് അണിഞ്ഞിരിക്കുന്ന അമൂല്യ രത്നങ്ങൾ എന്ന് പറയുന്നത് സാമൂതിരിയുടെ രാജവംശത്തിന്റെ ഭണ്ഡാരത്തിൽ പാരമ്പര്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതാണെന്നും അത് അവരുടെ കുടുംബനിധിയിൽപ്പെട്ടതാണെന്നും പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമാണ് നാട് വാഴുന്ന ഈ കോഴിക്കോട് രാജാക്കന്മാർ അത് പുറത്തെടുക്കുകയും അണിയുകയും ചെയ്യാറുള്ളതെന്നാണ് പറയുന്നത്. ഇത് ഈ കാസ്റ്റലിന്റെ ഇൻഫർമേഷൻ വഴി വാസ്കോഡഗാമ മനസ്സിലാക്കിയിട്ടുണ്ട്. The king had a long dark hair all gathered up and tied on the top of his head with a knot made on it. രാജാവ് തന്റെ സമൃദ്ധമായിട്ട് വളർന്ന നീണ്ട കറുത്ത തലമുടി മൂർധാവിൽ ഒരു വശം ചേർത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. And round the knot he had a string of pearls like those round his neck, and at the end of the string a pendant pearl pear-shaped and larger than the rest. അപ്പോൾ മുടിക്കെട്ടിനെ ചുറ്റിക്കൊണ്ട് മുത്തുമാലകളുണ്ട്. ഇതും കഴുത്തിലണിഞ്ഞ മുത്തുമാലകളും പോലെ പല ഇഴകളായിട്ട് കിടക്കുന്നതാണ്. അങ്ങനെ അറ്റത്ത് വൈഡൂര്യത്തിന്റെ ഒരു പതക്കവും കാണാൻ കഴിയുന്നുണ്ടെന്ന് പറയുന്നു. which seemed a thing of great value, ഒരുപാട് വിലപിടിപ്പുള്ളതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. His ears were pierced with large holes with many gold earrings of round beads. പിന്നെ രാജാവിന് അടുത്തായിട്ട് രാജാവിന്റെ ചെവികൾ 2 തുളകളുണ്ട്. അങ്ങനെ 2 തുളകളിൽ ഞാന്ന് കിടക്കുന്ന സ്വർണ്ണഗോളങ്ങളായിട്ടുള്ള കർണാഭരണങ്ങൾ രാജാവിനുണ്ട് എന്നാ പറയുന്നത്. ക്ലോസ് ടു ദ കിങ് സ്റ്റുഡ് എ ബോയ്. അപ്പൊ രാജാവിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ആൺകുട്ടിയുണ്ട്. ഹിസ് പേജ്, അദ്ദേഹത്തിന്റെ പരിചാരകനാണ്. വിത്ത് എ സിൽക്ക് ക്ലോത്ത്, ആ ആൺകുട്ടി ഒരു പട്ടുമുണ്ടാണ് ധരിച്ചിട്ടുള്ളത്. റൗണ്ട് ഹിം ഹി ഹെൽഡ് എ റെഡ് ഷീൽഡ് വിത്ത് എ ബോർഡർ ഓഫ് ഗോൾഡ് ആൻഡ് ജ്വൽസ് ആൻഡ് എ ബോസ് ഇൻ ദ സെന്റർ ഓഫ് എ സ്പാൻസ് ബ്രെഡ്ത്ത് of the same materials, and the rings inside for the arms were gold. Also a short drawn sword and a else length round at the point with a hilt of gold and jewelry with pendant pearls. അപ്പോൾ ആ രാജാവിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പരിചാരകനായിട്ടുള്ള ആൺകുട്ടിയുടെ കയ്യില് വിഷറിയാണ്, അല്ലെങ്കിൽ ഒരു പരിചയാണ്. ചുവപ്പ് നിറത്തിലുള്ള ആ പരിചയമായിട്ട് അല്ലെങ്കിൽ വിഷറിയുമായിട്ട് രാജാവിനെ വീശി കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം മാറിയിട്ട് മുന്നിലൊരു വശത്തായിട്ട് ചുവപ്പ് പൊട്ടെടുത്ത കയ്യിൽ ഉയർത്തിപ്പിടിച്ച വാളുമായിട്ട് വേറൊരു അംഗരക്ഷകനുണ്ട്. അപ്പോൾ ആ അംഗരക്ഷകന്റെ വാളിന്റെ പിടി എന്ത് തന്നെയാണ്? സ്വർണം കെട്ടിയ തന്നെയാണ്, അല്ലെങ്കിൽ രത്നങ്ങൾ പതിച്ചു തന്നെയാണ്. ഓൺ ദ അതർ സൈഡ് സ്റ്റുഡ് അനദർ പേജ്. പിന്നെ രാജാവിന്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു പരിചാരകനുണ്ട്. ഹു ഹെൽഡ് എ ഗോൾഡ് കപ്പ് വിത്ത് എ വൈഡ് റിം ഇൻ ടു വിച്ച് ദ കിങ് സ്പാറ്റ്. അപ്പൊ മറ്റൊരു വശത്തായിട്ട് സ്വർണത്തിൽ പണിത ഒരു കോളാമ്പിയും പിടിച്ച് മറ്റൊരു പരിചാരകനും അവിടെ നിൽക്കുന്നുണ്ട്. അതും ഒരു ബോയ് തന്നെയാണ്, ഒരു ആൺകുട്ടി തന്നെയാണ്. അറ്റ് ദ സൈഡ് ഓഫ് ഹിസ് ചെയർ വാസ് ഹിസ് ചീഫ് ബ്രാഹ്മൺ. അങ്ങനെ രാജാവിന്റെ ഒരു വശത്തായിട്ട് അദ്ദേഹത്തിന്റെ മുഖ്യ ബ്രാഹ്മണോപദേഷ്ടാവ് അവിടെ നിൽക്കുന്നുണ്ട്. Who gave him from time to time a green leaf closely folded with other things inside it, which the king ate and spat into the cup.
ഈ ബ്രാഹ്മണന് ഒരു ഗ്രീൻ ലീഫ് എന്ന് വെച്ചാൽ നമുക്കറിയാം വെറ്റിലയാണല്ലോ. അപ്പോൾ വെറ്റിലയിൽ ഈ രാജാവിനകത്ത് തിന്നാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പരിചാരകന് എന്തൊക്കെയോ ചേർത്തിട്ട് അല്ലെ, താമ്പൂലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂലേ. അങ്ങനെ ആ താമ്പൂലം രാജാവിന് ഇടവിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാജാവ് ആ താമ്പൂലം തിന്നുകയും ഇടയ്ക്കിടെ പരിചാരകൻ ഇങ്ങനെ നീട്ടുന്ന സ്വർണ്ണപാത്രത്തിൽ അല്ലെങ്കിൽ കോളാമ്പിയിൽ തുപ്പുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജാവിന് ഈ പറയുന്ന താമ്പൂലം കൊടുക്കുന്നുണ്ട്, രാജാവ് കഴിക്കുന്നുണ്ട്, ആ പാത്രത്തിൽ തുപ്പുന്നുണ്ട്, വിശറിയെടുത്ത് വീശി കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാജാവിന്റെ എല്ലാ ഭാഗത്തുമായിട്ട് രാജാവിന്റെ അംഗരക്ഷകരായിട്ട് രാജാവ് ഇരിക്കുന്ന ഭാഗത്തേക്കാണ് വാസ്കോ ഡ ഗാമ ചെല്ലുന്നത്. Vasco da Gama, on reaching the king's presence, made profound salutation, and the king, bowing his head and his body a little, extended his right hand and arm, with the points of his fingers, touched the right hand of the captain major, and bade him sit upon the dais upon which he was. അപ്പോൾ രാജസന്നിധിയിലെത്തിയ ഈ വാസ്കോ ഡ ഗാമ താണു വഴങ്ങിയിട്ട് ഉപചാരം ചെയ്യണം ആദ്യം തന്നെ അല്ലേ. അപ്പോൾ രാജാവ് എന്താ ചെയ്യുന്നത്? ആൻഡ് ദ കിങ് ബോവിങ് ഹിസ് ഹെഡ് ആൻഡ് ഹിസ് ബോഡി എ ലിറ്റിൽ. അപ്പോൾ രാജാവ് തന്റെ ശിരസ് എന്ത് ചെയ്യാണ്, ശരീരം അല്പം ഒന്ന് കുറിച്ചിട്ട് ഇപ്പോൾ വാസ്കോ ഡ ഗാമ പറഞ്ഞ ആ ഒരു ഉപചാരത്തെ തിരിച്ച് ഒരു മറുപടി അല്ലെ, തല ചെറുതായിട്ടൊന്ന് താഴ്ത്തിയിട്ട് ചെയ്യണം. And with the points of the fingers touch the right hand of the captain major, and the bade him sit upon the dais upon which he was. അങ്ങനെ വിരൽത്തുമ്പ് കൊണ്ട് ക്യാപ്റ്റൻ മേജറിന്റെ വലത് കൈത്തലം സ്പർശിക്കുക എന്നിട്ട് പറയുന്നുണ്ട്, താൻ ഉപേക്ഷനായിട്ടുള്ള ഈ ഒരു ഇരിക്കുന്ന മഞ്ചം അല്ലെ, ആ മഞ്ചത്തിന് അഭിമുഖമായിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാൻ ഒരു ആംഗ്യം കാണിക്കുകയാണ്. But the Gama declined the honor and remained standing during the interview. അപ്പോൾ ഇന്റർവ്യൂവിന് അകത്ത് ആ ഒരു കൂടിക്കാഴ്ച ഒരു ഭാഗത്ത് പോയിരിക്കാൻ വേണ്ടി മറ്റാൾ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് അവിടെ നിൽക്കാനാണ് താല്പര്യം. അങ്ങനെ വാസ്കോ ഡ ഗാമ അല്ലെ ആ ഇന്റർവ്യൂ മുഴുവൻ, ആ കൂടിക്കാഴ്ചയിൽ മുഴുവൻ അവിടെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. In which he pressed for freedom to trade in the produce of the kingdom, explaining what he could give in return. അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചയിൽ, ആ മീറ്റിംഗിൽ വാസ്കോ ഡ ഗാമ അവതരിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ രാജാവിന്റെ നാട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വ്യാപാരം ചെയ്യാനുള്ള അനുമതി നൽകണമെന്ന് ഗാമ അപേക്ഷിക്കുകയാണ്. പകരമായിട്ട് തനിക്ക് എന്തെങ്കിലും വസ്തുക്കൾ രാജാവിന് ലഭ്യമാക്കാൻ കഴിയുമെന്ന് വിവരിച്ചു കൊടുക്കണം. അതായത് നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ എനിക്ക് കൊണ്ടുപോകണം, അതേപോലെ എൻ്റെ കയ്യിലുള്ള സാധനം ഞാൻ നിൽക്കും തരാം എന്നുള്ള രീതിയിൽ ഗാമ സംസാരിക്കുകയാണ്. The interview would probably have had the desired result, but the Moors had meanwhile been busy bribing the chief officer of the palace guard, an official of great power, for if anyone entered where the king dwelt without his leave, immediately he would order his head to be cut off the door of the palace without asking the king's pleasure. അപ്പോൾ ഈ വാസ്കോ ഡ ഗാമയുടെ ഈ ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ പറയുന്ന മോർസ് രാജാവിൻ്റെ പരിചാരകരെയും അതേപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് ചീഫ് ഓഫീസേഴ്സ് ഉണ്ട്, അവരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ട് കൈക്കൂലി കൊടുത്തിട്ട് അവരുടെ വശത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വാസ്കോ ഡ ഗാമയും സാമൂതിരിയും തമ്മിൽ ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം ഫലം ഉണ്ടാക്കിയില്ലെങ്കിൽ അതിന് കാരണം ഈ മൂറുകളുടെ അവരുടെ കൈക്കൂലി കൊടുത്തുള്ള അവരുടെ ഇടപെടൽ തന്നെയാണ് അല്ലേ. അവിടെ പാലസ് ഗാർഡ് ഉണ്ട്. പാലസ് ഗാർഡ് എന്ന് വെച്ചാൽ ഈ കൊട്ടാര കാവൽ സേന ഉണ്ട്, അല്ലെങ്കിൽ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ ഒരു ചീഫ് ഉണ്ട്, തലവനുണ്ട് അല്ലേ, സർവാധികാരിക്കാരെന്നൊക്കെ പറയും. അങ്ങനെ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്തൊക്കെ വശത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചീഫ് ഓഫീസർക്ക്, ആ പാലസ് ഗാർഡിലെ ചീഫ് ഓഫീസർക്ക് പ്രത്യേക ഒരു റൈറ്റ്സ് ഉണ്ട്, അവകാശം എന്താ വെച്ചാൽ ആരെങ്കിലും ഈ രാജാവിൻ്റെ അംഗീകാരം ഇല്ലാതെ, അനുവാദം ഇല്ലാതെ ഈ കൊട്ടാരത്തിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ രാജാവിൻ്റെ ഇംഗിതൊന്നും വേണ്ട, രാജാവിൻ്റെ അനുവാദിയൊന്നും വേണ്ട, അയാളുടെ തല വെട്ടിയെടുക്കാനുള്ള അവകാശം അവർക്കുണ്ട് അല്ലേ. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ഓഫീസേഴ്സിനെ മുഴുവൻ ഈ പറയുന്ന മോഡ്സ് കയ്യിലാക്കി വെച്ചിട്ടുണ്ട്. To him then the Moors resorted in their alarm, and fresh dangers immediately beset the Gama. അപ്പോൾ രാജാവിൻ്റെ അനുമതി ഒന്നും കാത്തിരിക്കേണ്ട, അതിന് മുമ്പ് തന്നെ സർവാധികാരിക്കാരന് അത് രാജാവിൻ്റെ അനുമതി ഇല്ലാതെ അവിടേക്ക് എത്തിയ ആളെ തല വെട്ടിയെടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത്രയും റൈറ്റ്സ് ഉള്ള ഒരാൾ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് രാജാവിൻ്റെ അനുമതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ കൊല്ലാനുള്ള അവകാശം അവർക്കുണ്ടാവും. അപ്പോൾ വാസ്കോ ഡ ഗാമ ഈ രാജാവിനെ കാണാനായിട്ട് ഷിപ്പിൽ നിന്ന് നടന്നു വരുന്ന വഴിയിൽ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം, വധിക്കപ്പെടാം. കാരണം അങ്ങനെ റൈറ്റ്സ് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കുണ്ട്. കാരണം രാജാവിൻ്റെ അനുമതി ഇല്ലാതെ അതിനകത്ത് കടക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഈ പോർച്ചുഗീസ് അല്ലെങ്കിൽ ഈ പോർച്ചുഗീസ് സേനാനായകനായിട്ടുള്ള ഈ വാസ്കോ ഡ ഗാമ രാജാവിനെ കാണാൻ അവിടെ എത്തിയിട്ടുള്ളത്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും അപകടം സംഭവിക്കാം എന്നുള്ളതാണ്. Then next paragraph നോക്കാം. The Portuguese had been allowed to erect a factory on shore for trading purposes. അങ്ങനെ കച്ചവടാവശ്യാർത്ഥം കരയിലൊരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു വ്യാപാരശാല ഇടാൻ പോർച്ചുഗീസുകാരെ രാജാവ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. And Vasco da Gama was at this factory after his interview with the king when the chief officer of the palace guard arrived with a palanquin to conduct da Gama, as he said, to a second interview.
അപ്പോൾ രണ്ടാമതൊരു കൂടിക്കാഴ്ചയ്ക്ക് രാജാവ് വിളിക്കുന്നുണ്ടെന്ന വ്യാജേന സർവാധികാരിക്കാരൻ ആളും പല്ലക്കുമായി വന്നപ്പോൾ വാസ്കോഡ ഗാമ ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു. Encouraged by the seemingly satisfactory result of the first interview, Vasco da Gama appears to have been off his guard for the time, and accompanied by 8 of his men carrying sticks, their arms having prudently been left behind, he was borne off in the palanquin. അപ്പോൾ രാജാവ് വിളിക്കാതെ രണ്ടാമതും കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രാജാവിൻ്റെ അനുമതി ഇല്ലാതെ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഈ വാസ്കോഡ ഗാമയുടെ തല ഇറക്കാനുള്ള അവകാശം അവിടെ കൊട്ടാരത്തിലെ ആ ചീഫ് ഓഫീസർക്കുണ്ട്. അത് ഓൾറെഡി ഈ പറയുന്ന മോർസ് കൈക്കൂലി കൊടുത്ത് വശത്താക്കിയതാണ്. അപ്പോൾ രണ്ടാമതും രാജാവ് വാസ്കോഡ ഗാമയെ വിളിക്കുന്നുണ്ടെന്ന വ്യാജേന വാസ്കോഡ ഗാമയെ ഈ പറയുന്ന ചീഫ് ഓഫീസർ വന്ന് അറിയിക്കുകയാണ്. അങ്ങനെ ചെല്ലാനായിട്ട് പല്ലക്കുമായിട്ട് അവരുടെ ആളുകൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ രാജാവിനെ ആദ്യ മീറ്റിങ്ങിൽ കണ്ട് സംസാരിച്ചു സംതൃപ്തി ആയതുകൊണ്ട് തന്നെ രണ്ടാമതൊരു മീറ്റിംഗ് വിളിച്ചപ്പോൾ ഒരു സംശയവും ഇല്ലാതെ വാസ്കോഡ ഗാമ അവരുടെ കൂടെ അവർ പറഞ്ഞയച്ച പല്ലക്കിൽ കയറുകയാണ്. മാത്രമല്ല 8 രക്ഷാഭടന്മാരുടെ കയ്യിൽ വടികളൊന്നും അല്ലാതെ മറ്റ് ആയുധങ്ങളൊന്നും ഇല്ല അല്ലേ. ആ ആയുധങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ പറയുന്ന പല്ലക്കിൽ കൂടെ പോകാമെന്ന് ഗാമ ഒരു ആത്മധൈര്യം ഗാമയ്ക്ക് കിട്ടുകയാണ്. They journeyed leisurely till nightfall and were lodged all together in the middle of other houses, having for food boiled rice and boiled fish and a jar of water. അങ്ങനെ പകലിൽ ഇട്ടുന്നത് വരെ അവർ സാവകാശം യാത്ര ചെയ്തു ഒരു വീട്ടിലെത്തി. അവിടെ അവരെല്ലാവരും ചോറും മീനും കറിയൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെള്ളമൊക്കെ കുടിച്ച് അവർ കിടന്നുറങ്ങണം. നെക്സ്റ്റ് മോർണിംഗ് ദ ഡോർസ് ഓഫ് ദെയർ ഹൗസ് വർ ഓപ്പൺ വെരി ലേറ്റ്. പിറ്റേ ദിവസം രാവിലെ നേരം വൈകിട്ടാണ് ആ വീടിൻ്റെ വാതിൽ തുറന്ന്. ആൻഡ് ഓൺലി ദോസ് ഹൂ വിഷ് ടു ഗോ ഔട്ട് ഫോർ ഓഫീസേഴ്സ് ഓഫ് നേച്ചർ വർ പെർമിറ്റഡ് ടു ഡു സോ. അതായത് പിറ്റേ ദിവസം വാസ്കോഡ ഗാമയ്ക്കൊന്ന് പുറത്തു പോകാൻ പെർമിഷൻ കൊടുത്തില്ല. അതായത് പിറ്റേതൊന്നും രാത്രിയും പകലും വാസ്കോഡ ഗാമയെ ആ വീട്ടിൽ തന്നെ അവിടെ അടച്ചിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. Thus they remained a day and another night. പിറ്റേ ദിവസം പകലും രാത്രിയും അവർ ആ വീടിനകത്ത് വാസ്കോഡ ഗാമയെ അടച്ചിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. On the next day they were taken among thickets until about midday, stifled with the great heat of the sun, and they reached the banks of a river where they were put into 2 Indian boats and so went on. അങ്ങനെ പിറ്റേ ദിവസം അവർ കാട്ടിലൂടെ ഒരു സംഘം പുഴക്കരയിലെത്തി. അവിടുന്ന് 2 തോണികളിലായിട്ട് പകൽ മുഴുവൻ യാത്ര ചെയ്തൊരു വീട്ടിലേക്ക് കൊണ്ടുപോകണം. They boat with the Vasco da Gama went ahead and reached some houses where rice was cooked and offered to them. അങ്ങനെ പിറ്റേ ദിവസം അവർ വീട്ടിലെത്തി അവിടെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കേണ്ടതായിട്ടുള്ളത്. The other boat with 5 men in it remained behind, and at night they were landed and put into another house. അങ്ങനെ പിറ്റേ ദിവസം അവർ ഈ പറയുന്ന ബോട്ടിൽ ഒരു വീട്ടിനകത്ത് കൊണ്ടാക്കി. എന്നിട്ട് അവിടെ ഇതേപോലെ ചോറും മീനും ഭക്ഷണമൊക്കെ കഴിച്ച് അവർ അവിടെ അന്നും കഴിയണം. ടെക്സ്റ്റിനകത്ത് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് മൂർസിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുള്ള ആ ചീഫ് ഓഫീസർ അല്ലെങ്കിൽ സർവാധികാരിക്കാരൻ ഈ പറയുന്ന വാസ്കോഡ ഗാമയെ കൊല്ലാനായിട്ട് ഒരു ആളൊഴിഞ്ഞ വഴിയിലൂടെ അല്ലെങ്കിൽ ഒരു വീട്ടിലെത്തിച്ചിട്ട് കൊല്ലാൻ പ്ലാൻ ചെയ്യാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഈ സർവാധികാരിക്കാരൻ്റെ മുകളിൽ ശക്തിയായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ധൈര്യപ്പെട്ടില്ല എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ആ ഒരു വാസ്കോഡ ഗാമയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് രാജാവിനോട് ഉത്തരം പറയേണ്ടത് ഞാനായിരിക്കും എന്നുള്ള പേടി കാരണം ആ ഒരു ചീഫ് ഓഫീസർ വാസ്കോഡ ഗാമയെ കൊല്ലാതെ വളരെ നിന്ദ്യമായ രീതിയിൽ അതോട് പെരുമാറിയിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ അവസാനം വാസ്കോഡ ഗാമ തൻ്റെ തന്ത്രപരമായിട്ടുള്ള നീക്കത്തിലൂടെ കുറച്ച് ചരക്കുമായിട്ട് പിന്നീട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ലാസ്റ്റ് പോർച്ചുഗീസുകാർ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു ദോഷവും ചെയ്യാത്ത പോർച്ചുഗീസുകാർ കപ്പലുകൾ തിരിച്ചു പോവുകയാണെന്ന് ധരിക്കാനിടയായുള്ള സാമൂതിരി അവരെ വിളിച്ചു വരുത്തുകയും പശ്ചാത്തപിക്കുകയും അവിടെ നടന്ന സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വാസ്കോഡ ഗാമയ്ക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ നൽകിയിട്ട് ഇവിടുന്ന് അദ്ദേഹം യാത്രയാവുന്നുണ്ട്. അങ്ങനെ പോർച്ചുഗീസ് സംഘം വടക്കോട്ട് നീങ്ങി പോകുന്ന വഴിയിൽ കണ്ണൂരെത്തി. കണ്ണൂരിലെ രാജാവായിട്ടുള്ള കോലത്തിരി അവരെ എതിരേൽക്കാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കോഴിക്കോട് നടന്ന സംഭവങ്ങളൊക്കെ രാജാവിനെ അറിയിച്ചു. അങ്ങനെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പവിഴക്കല്ലുകളും മറ്റുള്ള വസ്തുക്കളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ആ കച്ചവട സംഘം നാട്ടിലേക്ക് തിരിക്കാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ വാസ്കോഡ ഗാമ കോഴിക്കോട്ട് എത്തിയ തീയതിയെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളത്. കാരണം 1498 മെയ് 17-നാണെന്നും അതല്ല 1498 ഓഗസ്റ്റ് 26-നാണെന്നും അതല്ല 1498 മെയ് 18-നാണെന്നൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. വാസ്കോഡ ഗാമ കേരളത്തിൽ 3 തവണയാണ് സന്ദർശനത്തിൽ എത്തിയിട്ടുള്ളത്. 1498, 1501, അതുപോലെ 1524. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ സന്ദർശനമായിട്ടുള്ള 1524 അദ്ദേഹത്തിന് അസുഖം പിടിപെടുകയും കൊച്ചിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്.